ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലിവീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഒരു ലോക്ക്ഡൗൺ ാണല്ലോ എല്ലാവരും. കഴിവതും നമ്മളാരും പുറത്തിറങ്ങാറില്ല. അപ്പം നമ്മളൊരു എന്തെങ്കിലുമൊക്കെ സിമ്പിൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ കൂടുതലും ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല. എങ്കിൽ ബാച്ചിലറായിട്ട് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കഞ്ഞിയോ ചോറോ എന്തെങ്കിലും ഒഴിച്ചുകറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിനെയൊക്കെ ആയിരിക്കും അവർ ആശ്രയിക്കുന്നത്. അപ്പം നമുക്കൊരു ചെറിയൊരു ചമ്മന്തിയാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മുളകിടിച്ച ചമ്മന്തിയാണ്. അപ്പോൾ അതിന് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട. ഞാനത് എന്തൊക്കെ വേണമെന്ന് കാണിക്കാം. ഞാൻ എടുത്തേക്കുന്നത് കൊച്ചുള്ളി, വറ്റൽമുളക്, വെളിച്ചെണ്ണ, വിനാഗിരി, ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ മുളക് ഇടിച്ചതുണ്ടാക്കും. പുളി ചേർക്കും. പുളി ചേർത്താൽ ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വറ്റൽമുളകൊന്ന് വറുത്തെടുക്കണം. ഞാനിത് എപ്പോഴും ചെയ്യുന്ന കേട്ടോ, കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കും. അപ്പം ഇഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തിയുടെ കൂടെ, ചമ്മന്തി അല്ലല്ലോ എന്തുവാ, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ജസ്റ്റ് ഒന്ന് വറ്റൽമുളക് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരുപാടങ്ങ് ഡാർക്ക് കളറൊന്നും വേണ്ട, നല്ല വറുത്ത്. നമ്മുടെ മുളക് ഇപ്പം മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയിലോട്ട് മാറ്റാം. ഇത് ഞാനിപ്പോൾ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി കൊച്ചുള്ളി ഒന്ന് വറുത്തെടുക്കണം. ഉള്ളി ഇപ്പം പാനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഉള്ളി പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ആദ്യം വറ്റൽമുളകൊന്ന് പൊടിച്ചെടുക്കണം. ഉള്ളി വറുത്ത സമയം കൊണ്ട് വറ്റൽമുളകിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. നമുക്ക് ആദ്യം വറ്റൽമുളക് ഒന്ന് ചതച്ചെടുക്കണം. വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടെ ഒരുമിച്ച് ചതയ്ക്കല്ല. ചുവന്നുള്ളി പെട്ടെന്ന് അരഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് അരയണ്ട. അത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ വറ്റൽമുളക് ഇപ്പോൾ ചതന്നുണ്ടോ, ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ട് ഈ ഒരു പരുവത്തിലേ ചതച്ചെടുക്കാവൂ. നമുക്കിനിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുക്കണം. രണ്ടും രണ്ടായിട്ട് ചതച്ചെടുക്കാവൂ. വറ്റൽമുളക് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് എന്നിട്ട് വെളുത്തുള്ളി, കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് ചതയ്ക്കാം. കൊച്ചുള്ളി ചതച്ചെടുക്കാം. കൊച്ചുള്ളി കണ്ട് ഈ ഒരു പരുവത്തിൽ ചതഞ്ഞ് കിട്ടിയാൽ മതി, അരയണ്ട. ഈ കൊച്ചുള്ളി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വിനാഗിരി ചേർക്കണം, വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. വിനാഗിരി നമ്മൾ അരച്ച മിക്സിയിലോട്ട് ചേർത്തിട്ട് അതൊന്ന് കറക്കിയെടുത്തു. അപ്പോൾ അതിനകത്തിലുള്ള മുളകും ചുവന്നുള്ളിയുടെ ഇതൊക്കെ ഇങ്ങനെ, അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഒഴിക്കും. ഇനിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. ഇനിയും കുറച്ച് ഉപ്പ് ചേർക്കണം.
കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇത്രയും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേണേൽ കൂടുതൽ ചുവന്നുള്ളിയൊക്കെ ചേർക്കാം, നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് ഇത് കുറേ ദിവസം ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ചമ്മന്തി. നമ്മൾ സാധാരണ വീട്ടിൽ കപ്പയ്ക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ കപ്പയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് പുളി ചേർക്കുമ്പോൾ അത് കുറച്ച് ദിവസം ഇരിക്കത്തില്ല. ഇതിപ്പം കുറച്ച് ദിവസം ഇരിക്കും. അപ്പോൾ നമ്മുടെ ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടൊരു ചെറിയ നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിക്കുന്ന പോലെ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചാൽ മതി. കുറച്ച് ദിവസം ഉപയോഗിക്കാം ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹോം.